എൻ്റെ പുറകിലെ ചുരുക്കോട്ടുകാവ് അമ്മയുടെ തിടമ്പേറ്റിയ ഗജവീരന്മാരാണ് നിരന്നേക്കുന്നത്. അവർ വടക്കുന്നാഥനെ തൊഴുതു വണങ്ങി വന്നതാണ്. അവിടെയും സ്വാഭാവികമായിട്ടും ആനകളെ കാണാൻ ആളുകൾക്ക് വലിയ ആഘോഷവും സന്തോഷമാണ്. അതിനിടയിലാണ് ഒരു കക്ഷി ഞങ്ങളോട് വന്നത്, ചേട്ടാ ആദ്യം തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനെ തെറ്റിപ്പോയല്ലേ, ഞങ്ങൾ കണ്ടായിരുന്നു. പക്ഷേ ഈ കക്ഷിക്ക് ആൾ ചെറുതാണെങ്കിലും ആനകളൊക്കെ അത്യാവശ്യം തിരിച്ചറിയുന്ന ആളാണ് അല്ലേ? എല്ലാ ആനകളും അത്യാവശ്യം അറിയോ? രാമൻ എത്ര തവണയൊക്കെ കണ്ടിട്ടുണ്ട്? ആ പേരെന്ന് പറഞ്ഞ പേര് വെറൈറ്റി പേരാ. ആദീശ്വറാണ്. ആദീശ്വർ ഇപ്പോൾ ആനപ്രേമിയാണ്. അത്യാവശ്യം ചിന്തുപാട്ട്, ശാസ്ത്രാം പാട്ട് അങ്ങനെയൊക്കെ ഉള്ള പരിപാടിയുള്ള ആളാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഏതാണ് ചിന്തുപാട്ട് ഒരു 2 പരിപാടികളോ? പഠിക്കും. പഞ്ചഭൂതനാഥനയ്യനേ പമ്പയിൽ പിറന്ന ബാലനേ, പഞ്ചഭൂതനാഥനയ്യനേ പമ്പയിൽ പിറന്ന ബാലനേ, പന്തളത്തു രാജനയ്യനേ മനമുരുകി പാടി വരുന്നേ, പന്തളത്തു രാജനയ്യനേ മനമുരുകി പാടി വരുന്നേ. ഓക്കെ, മിടുക്കൻ. അപ്പോൾ അതാ പിന്തുണച്ച് കാരണവന്മാരൊരു വലിയ സംഘമുണ്ട്. എവിടെയാ സ്ഥലം? കോഴിക്കോട്. കോഴിക്കോട് നിന്ന് വന്ന് ഇവിടെ വന്ന് പാട്ടിനെ കൈയടിക്കുകയാണ്. ഈ അതിശയൻ പൊട്ടി പാടുന്ന ആളാണ്. അപ്പോൾ മുടിയൊക്കെ വളർത്തിക്കുന്ന സിനിമയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് അല്ലേ? പടിപൊളി സിനിമയിലൊക്കെ അഭിനയിക്ക്. ചിന്തുപാട്ട്, ശാസ്ത്രമായിട്ടൊക്കെ നല്ലോണമാണ് കേട്ടോ. ഓക്കെ, ശരി, കാണാം. അപ്പോൾ ഇതാണ് കാഴ്ചകൾ. കൊച്ചു കുട്ടികൾക്ക് പോലും ആനകളെ കണ്ടറിയാം. നമ്മളെല്ലാവരും പറ്റിക്കപ്പെട്ടു. ഇവിടെ നിന്ന് 100 കണക്കിന് വരും തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനാണെങ്കിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ആർപ്പ് വിളിച്ചു. പക്ഷെ വന്നത് ആരായിരുന്നു? തിരുവമ്പാടി കണ്ണനായിരുന്നു വന്നത്. പക്ഷേ ആളുകളുടെ നിരാശയൊക്കെ പെട്ടെന്ന് മാറി. കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴേക്കും സാക്ഷാൽ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ വന്നു. അപ്പോൾ അതേ ആർപ്പുവിളി ആവേശവും അങ്ങ് ആകാശത്തോളം ഉയർന്നു. പിന്നെ ഇവിടെ രാമനെ കാണാനുള്ള തിരക്കായിരുന്നു. പിന്നീട് കിഴക്കേ നടവഴി ഇറങ്ങുമ്പോഴും സമാനമായ സ്ഥിതിയാണ്. ഇപ്പോൾ ഓരോ ഘടകപൂരങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ടത് ശ്രീധരൻ മടത്തിൽ വരവിൻ്റെ ഒപ്പമുണ്ട്. നമുക്ക് മേളത്തിലേക്ക് പോവാം. തീർച്ചയായും മേളത്തിലേക്ക്.